അതെ, നമ്മള് യൂറോപ്പിലൊക്കെ ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട് വരുമ്പോഴേ നമ്മുടെ അക്കോമഡേഷൻ ചോദിക്കുന്നവരുണ്ട്. അക്കോമഡേഷൻ നമ്മുടെ ട്രക്ക് തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കമ്പനി അക്കോമഡേഷൻ ഉണ്ടാവും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് റെന്റിൽ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ കമ്പനി അക്കോമഡേഷനിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം നിൽക്കാൻ പറ്റും, പേപ്പർ വർക്ക് ശരിയാവുന്ന വരെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ ട്രക്ക് തന്നെയാണ്, നിങ്ങൾ ട്രക്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ചില കമ്പനികളിൽ മാത്രമാണ് ബേസിലേക്ക് വണ്ടി ചെല്ലുന്നത്. നിങ്ങളുടെ ഇപ്പോൾ കമ്പനി പോളണ്ടിലാണെങ്കിൽ പോളണ്ടിലേക്ക് വണ്ടി ചെല്ലും, ബേസിലേക്ക് കമ്പനി വണ്ടി കൊണ്ട് ട്രിപ്പ് ഉണ്ടാവുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറം രാജ്യത്തായിരിക്കും, ഔട്ടർ കൺട്രീസിലായിരിക്കും നിങ്ങൾ ഓടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റൂമിലേക്ക് പോയിക്കൊള്ളാൻ പറ്റി എന്നില്ല. ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 10 മാസമായി റൂമിൽ നിന്ന് പോന്നിട്ട്. നമുക്ക് റൂമില്ല, അക്കോമഡേഷൻ നമ്മുടെ ഈ ട്രക്കിൽ തന്നെയാണ്. നമ്മുടെ ലൈഫ്, നമ്മുടെ വീട് ഈ ട്രക്കാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിലെ സൗകര്യം കണ്ട. ഇതിലിവിടെ താഴെ ഒരു ബെഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ നിങ്ങൾ, താഴ്ഭാഗത്ത് മുകളിലായിട്ട് ഓരോ ബെഡ് വീതമുണ്ട്. നിങ്ങൾക്ക് സിംഗിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും ഡബിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിടക്കാൻ അത്യാവശ്യമായിട്ടുള്ള സ്ഥലം ഇതിലുണ്ട്. അപ്പോൾ ചില അപൂർവം കമ്പനികളിൽ മാത്രമായിരിക്കും അക്കോമഡേഷനിക്ക് ബേസിക്ക്, നിങ്ങളുടെ കമ്പനി ബേസിക്ക് ട്രിപ്പ് പോകുന്ന വണ്ടികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ റൂം ഉണ്ടാവാം. കൂടുതലും കമ്പനികൾക്ക് നിങ്ങൾക്ക് റൂമിലെ ട്രക്കിൽ തന്നെ ആയിരിക്കും അക്കോമഡേഷൻ. അപ്പോൾ ഗൈസ്, അതാണ് വിശേഷം. പിന്നെ നമ്മൾ അങ്ങനെ 10 മാസത്തിന് ശേഷം കേട്ടോ, 10 മാസത്തിന് ശേഷം നമ്മൾ പോളണ്ടിലേക്ക് ക്രിസ്മസിൻ്റെ വെക്കേഷനായിട്ട് പോവാണ്. 10 ദിവസത്തെ അവധിയാണ് നമുക്ക്. സാലറി ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ ട്രക്കിന് വണ്ടിയിൽ നിന്ന് എപ്പോഴാണ് ട്രക്കിന് എപ്പോഴാണ് പുറത്ത് പോകണം. അപ്പോൾ നമുക്ക് സാലറി ഇല്ല. ട്രക്കിലിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സാലറി, ജോലി ടൈമിൽ മാത്രം ട്രക്കിൽ. ഇത് കുറച്ച് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചേഞ്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ കമ്പനിക്ക് പോകുമ്പോഴൊക്കെ ഇതുപോലെ നമ്മുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന പോലെ ഒരു സെറ്റപ്പിൽ നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. അത് നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ട്രിപ്പ് വരുന്നത് അത്യാവശ്യം നമുക്ക് നല്ല ഓട്ടം ഉണ്ടാവും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഇപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറിൽ 80 കിലോമീറ്റർ വെച്ച് ഓടേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം 9 മണിക്കൂർ ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 700-800 കിലോമീറ്ററിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓടേണ്ടി വരും ഡെയിലി. അപ്പം ഞങ്ങൾ 2 പേര് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു 1150 കിലോമീറ്റർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി 1150 കിലോമീറ്റർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓട്ടമുണ്ടാവും. അപ്പോൾ നിങ്ങൾ പണിയെടുക്കാനൊക്കെ തയ്യാറായിട്ട് തന്നെ വരിക. ഓടാൻ നിങ്ങൾക്ക് എന്നാലേ സാധിക്കുള്ളൂ. നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണോ വിഷയമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് പണിയെടുക്കാം, സാലറിക്ക് മേടിക്കാം. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ കൂടെ നമ്മുടെ ചെക്കുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. നമ്മുടെ കമ്പനിയിൽ നിന്ന് വണ്ടി വരണം നമുക്ക് പോകാനായിട്ട്. വിഷ്ണുവിന് 2 ആഴ്ച കൂടെ പോയി വന്നിട്ട് 2 ആഴ്ചത്തെ ട്രെയിനും കൂടെ കഴിഞ്ഞാൽ സെറ്റായി. അപ്പോൾ നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കാട്ടോ, എങ്ങനെയുണ്ട് യൂറോപ്പ് ലൈഫ് എന്ന്. വിഷ്ണു, എങ്ങനെയുണ്ടാ യൂറോപ്പ് പോളണ്ട് ലൈഫൊക്കെ? യൂറോപ്പ് ലൈഫ് അടിപൊളിയാണ്. നമുക്ക് കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് യൂറോപ്പ് ലൈഫ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ പോളണ്ടിലെത്തിയതിന് ശേഷം ബാക്കി വിശേഷങ്ങളായിട്ട് വരുന്നതാണ്. ഓക്കെ.